ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരികം നല്ല മിടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞു ഉണ്ണിയായിട്ടായിരുന്നു ഭഗവാന് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചുവപ്പ് നിറത്തിൽ പട്ടുകോണമൊക്കെ അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് കുറച്ച് ഒരു ദേഹത്തുള്ളത്. പിന്നെ ആഭരണങ്ങൾ നന്നായി അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും സുന്ദരനായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത്. ഇന്നലെ നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ചയാണ്. ഇന്നലെയും നല്ല തിരക്കായിരുന്നു, ഇന്നും നല്ല തിരക്കുള്ള ഒരു ദിവസം തന്നെയാണ് കേട്ടോ. കാരണം വെക്കേഷനൊക്കെ അവസാനിക്കാനായിട്ട് പോകുകയാണ്. പോരാത്തതിന് ശനിയും ഞായറും കൂടിയാണ്. അപ്പം അതാണ് ഭഗവാനെ കാണാനായിട്ട് അത്രയേറെ പേര് വന്നിട്ടുണ്ട്. ഭഗവാനും അതിൻ്റെ ഒരു സന്തോഷമൊക്കെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. ഒരു കൈയിലെ വെണ്ണുരുളയും പിടിച്ചിട്ടുണ്ട്, ഒരു കൈയിലെ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട് ഭഗവാൻ. ഇനി പോരാത്തതിനെ താഴെ ഒരു വെണ്ണക്കുളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിറയെ വെണ്ണയുണ്ട്. അപ്പം അതിൽ നിന്ന് എടുത്ത് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഭഗവാനെ. ആ ഒരു ഭാവത്തിലാണ് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും മുകളിലുള്ളത് നന്ദ്യാർവട്ട പൂക്കളാണ്. നടുക്കായിട്ട് കുറച്ച് തെച്ചി കോർത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ തിരുമുടിമാലയിലും നന്ദ്യാർവട്ട പൂക്കളാണ് കൂടുതലായിട്ടും. അതിൻ്റെ ഒരു വശത്തായിട്ട് കുറച്ച് ഭാഗത്തായിട്ട് ഇത്തിരി തുളസി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് നന്ദ്യാർവട്ടാന്നേ തോന്നുള്ളൂ. ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് തുളസി കാണുള്ളൂ. അങ്ങനെയായിരുന്നു 2 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഉണ്ടമാലയുണ്ട്. അതിൽ മുഴുവനായിട്ടും നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ടാണ് കോർത്തിരിക്കുന്നത്. ആ താഴത്തേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസി സാധാരണ അങ്ങനെ കോർക്കാറുണ്ടല്ലോ, അങ്ങനെയുണ്ട്. ഇതിന് നടുക്കാണ് നമ്മുടെ ഭഗവാനെ അണിയിച്ച് ഒരുക്കിയിട്ട് യശോദാമ്മ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നെറ്റിയിൽ സ്വർണ്ണ തിലകമൊക്കെ വെച്ചിട്ടുണ്ട്. കാതുപൂക്കളുണ്ട്. പിന്നെ ഈ തിലകങ്ങളൊക്കെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. തോളുകളുടെ അവിടെ 2 തിലകങ്ങളുണ്ട്. ആ നെഞ്ചിൻ്റെ വയറിൻ്റെ ഭാഗത്തായിട്ട് ഒരു തിലകമുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല വലിപ്പമുള്ള തിലകങ്ങളാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല തിളക്കുണ്ടായിരുന്നു. പിന്നെ ഭഗവാന്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സന്തോഷമുണ്ട്. സന്തോഷവാനായിട്ടിരിക്കുന്ന ഭഗവാനാണ്. വെണ്ണയും ഓടക്കുഴലും കയ്യിലുണ്ട്. ഇത് പോരാത്തതിന് കുറേ പേര് ഭഗവാനെ കാണാനായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ഭഗവാന്റെ മുഖത്ത് നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു ഉണ്ണിയിരിക്കുന്നുണ്ടായിരുന്നത്. കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. പട്ടുകോണമൊക്കെ ഉണ്ട്. 2 കുഞ്ഞി കാലുകളിലും കാൽത്തളകളും യശോദാമ്മ അണിയിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ണയൊക്കെ മുന്നിൽ വെച്ചിട്ട് അതൊക്കെ കഴിക്കാനായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുന്നത്. നല്ല സുന്ദരനായിട്ടുള്ള നമുക്കെല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു പൊന്നുണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ഭഗവാന്റെ അലങ്കാരം. അപ്പോൾ എല്ലാവരും ആ ഒരു രൂപമൊക്കെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.